Hi friends, welcome to Zash Vlogs. After a long time today I'm going to meet my Indo-Pak family members. അപ്പം ഞാനും മോനുമാണ് പോകുന്നത്. നമ്മൾ ഷാർജ ബസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ എൻ്റെ കസിൻ ബ്രദർ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ പെട്ടിയൊക്കെ വെച്ച് നമ്മൾ ബസ്സിൽ കയറിയിരുന്ന് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഷാർജയിലേക്ക് ബൈപ്പാസ് 2 hours റൈഡാണ് വരുന്നത്. ബസ്സിന് പുറത്ത് ആഡ് ഒട്ടിച്ചതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോസിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഒട്ടും തന്നെ ഭംഗിയില്ലായിരുന്നു കേട്ടോ. നമുക്കൊന്ന് പുറത്തേക്ക് നോക്കി എൻജോയ് ചെയ്തിരിക്കാൻ വെച്ചാൽ മോന് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് വെജീസും ഫ്രൂട്ട്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് ആളൊന്ന് കാമാക്കി അതൊക്കെ കഴിച്ച ആളോട് അങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോഴേക്കും 2 hours കഴിഞ്ഞ് നമ്മൾ ഷാർജയിലെത്തി. കസിൻ ബ്രദർ അവിടെ പിക്ക് ചെയ്യാൻ വന്നതുകൊണ്ട് പിന്നെ ദുബായിലോട്ടേക്കുള്ള യാത്ര കാറിലായിരുന്നു. വെതർ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ UAE ഈവനിങ് ഭയങ്കര രസമാണ് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ സിഗ്നൽസും ട്രാഫിക്കൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ബൈ 5:30 ആകുമ്പോഴേക്കും റൂമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അങ്കിളുടെയും പാകിസ്ഥാനി പാപ്പിയുടെയും വില്ല. ഇത് ശരിക്കും ഒരു അറബിക് ഹൗസാണ്. 3 റൂംസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളും കിച്ചണൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയാണ്. പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. കുട്ടികൾക്ക് കളിക്കാനും നമുക്ക് ബാർബിക്യൂ ചെയ്യാനും അതുപോലെ തന്നെ പാർട്ടിയൊക്കെ നടത്താൻ മാത്രം നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യാരറ്റ് മുറിച്ച് ചായയൊക്കെ കുടിച്ചു. കസിൻ്റെ അടുത്ത് ഞാൻ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ബട്ട് സംഹൗ ഷി കേം ടു നോ. എന്നാലും ആളെന്നെ കണ്ടപ്പോൾ കരഞ്ഞു കേട്ടോ. പിന്നെ ഡിന്നറിന് വേണ്ടി ബാബി പുലാവാണ് ഉണ്ടാക്കിയത്. ബാബിയുടെ സ്പെഷ്യൽ പാകിസ്ഥാനി മട്ടൻ പുലാവാണ് ഉണ്ടാക്കിയത്. ആളുടെ അടിപൊളി കുക്കാണ്, ഭയങ്കര ടേസ്റ്റാണ് ഫുഡ്. അപ്പോൾ ആളുടെ കുക്കിംഗ് വ്ലോഗ് യൂട്യൂബിൽ അപ്ലോഡ് ആക്കാനാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ബാബിയുടെ പുലാവ് റെസിപ്പി വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അമ്മയുടെ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമ്മയുടെ മട്ടൻ പുലാവാണ്. ആൾ 2 ഓപ്ഷനാണ് തന്നത്. ഒന്നെങ്കിൽ മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ മട്ടൻ പുലാവ്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തതാണ് മട്ടൻ പുലാവ്. അങ്ങനെ അടിപൊളിയായിട്ട് മട്ടൻ പുലാവൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി മട്ടൻ പുലാവും കബാബും ഫ്രൂട്ട് സലാഡും ഒക്കെ ആയിട്ട് ഡിന്നർ സൂപ്പറായിരുന്നു. അതിന് ശേഷം നമ്മളൊരു ഒമാനി ഹൽവയാണ് കഴിച്ചത്. അതിൻ്റെ ഒരു അൺപാക്കിംഗ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചന മസാലയും പൂരിയെല്ലാം ബാബി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചാൽ ഔട്ട് സൈഡ് വൈബൊക്കെ ആസ്വദിച്ച ശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് പോയി. അങ്ങനെ ഞാൻ വരുന്നു പറഞ്ഞപ്പോൾ ആളെനിക്ക് കുക്ക് ചെയ്ത് വെച്ചാൽ നെയ്ച്ചോറും ബീഫ് കറിയും ചിക്കൻ ഫ്രൈയും പത്തിരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഫ്രണ്ടും കൂടി ഒന്ന് കറാമ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നമ്മൾ നടക്കുന്ന സമയത്ത് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ അല്ലാത്തൊരു ഫോട്ടോഗ്രാഫർ മോൻ്റെ കുറച്ച് നല്ല പിക്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Until we meet again, Ma'assalama from Fatima.